Good morning. Okay. Okay, അപ്പൊ നമ്മൾ ഇന്നലെ എടുത്ത് നിർത്തിയത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യേണ്ട 5 റീസൺസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ നമ്മൾ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. ടു പ്രൊവൈഡ് ടോപ്പ് ടൈം പേഷ്യന്റ് കെയർ സർവീസസ്. പേഷ്യന്റ് കെയർ സർവീസസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പെർഫോമൻസ് അറിയാം. ഓക്കെ, അതാണ് സെക്കൻഡ് റീസൺ വരുന്നത്. It necessary to keep a pulse on hospital staff's performance at regular intervals. Happy staff will give better patient care. If patients are not satisfied with their visit, there is a possibility that the patient will choose for services from another provider. Therefore, it is necessary to listen to the patient, which will make them feel strengthened. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്? രോഗികൾക്ക് നമ്മള് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ രോഗികൾക്ക് ബെറ്റർ കെയർ കൊടുക്കണമെങ്കിൽ ഇവരുടെ ഈ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പോ അവരുടെ പെർഫോമൻസ് വിലയിരുത്തേണ്ടത് കൃത്യമായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിൽ അവരുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തണം. അപ്പൊ എന്നാൽ മാത്രമാണ് അവരുടെ ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഓരോ റെഗുലർ ഇന്റർവെൽസിലും ഇവരുടെ പെർഫോമൻസ് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. നല്ല സ്റ്റാഫുകൾ നല്ലൊരു രോഗി പരിചരണമാണ് കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മോട്ടിവേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ഡെഡിക്കേറ്റബിൾ ആയിരിക്കുക അല്ലെ. അവരുടെ വർക്കില് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പെർഫോമൻസിൽ അവർ ഡെഡിക്കേറ്റബിൾ ആയിരിക്കാം അല്ലെ. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ, അവർ ഡെഡിക്കേറ്റബിൾ ആണ് അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ട് അനുഭവമുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഈ ഇവാലുവേഷനിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രോഗികൾക്ക് നല്ല രോഗി പരിചരണമാണ് സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ ഡെഡിക്കേറ്റബിൾ ആയിട്ട് അവരുടെ വർക്ക് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതർവൈസ് ആണെങ്കിലോ എന്താണ്, പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുമോ, ഇല്ല. എന്താണ്, ഡോക്ടേഴ്സ് കൊള്ളില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നല്ല സേഫ്റ്റി സെക്യൂരിറ്റി ഇല്ല, സേഫ് അല്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റാഫുകളല്ല, അവരോട് നമ്മൾ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ് രോഗികൾ തമ്മിൽ പറയാനായിട്ട് ഇടവരും അല്ലെ. ആ രോഗികള് മറ്റുള്ള പോപ്പുലേഷനോട് അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡിവിജ്വൽസിനോട് പറഞ്ഞ് അത് എന്താണ് ആ വാർത്ത ചിലപ്പോ സ്പ്രെഡ് ആവും. അപ്പൊ എന്താണ്, മറ്റുള്ളവരും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ റെഗുലർ ഇന്റർവെൽസിലും അവിടുത്തെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ എന്താണ്, എവിടെയാണ് പാളിച്ചകൾ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അവരുടെ റിക്വയർമെന്റ്സുകൾ മനസ്സിലാക്കി, നീഡ്സ്, വാണ്ട്സ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുമായിട്ട് കൂടുതൽ ഇടപഴകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി എന്താ പറയുന്നത്, വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്. ഇനി ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഈ സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
എന്തൊക്കെയാണ്? ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്സ് അല്ലെ, നല്ല രീതിയിൽ വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂളുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു ഫേംസുകൾ ആയിക്കോട്ടെ, ഏതൊരു ബിസിനസ് ഫേംസിനെയും നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ് അല്ലെ, ആസ്തിയാണ് നമുക്ക് പറയാൻ പറ്റും. സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പെർഫോമൻസ് അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് ഒരു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. പല ആളുകളും പറഞ്ഞത് കേൾക്കാം, എന്താണ് നല്ല ടാർജറ്റ് ഉണ്ട് അവിടെ, നമുക്ക് അതിനുള്ള സാലറി കിട്ടുന്നില്ല, നല്ല വർക്കിംഗ് ടൈം ആണ് അല്ലെ, കൂടുതൽ വർക്ക് ടൈം നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, നല്ല ടാർജറ്റ് ഉണ്ട്, നല്ല പ്രഷർ ഉണ്ട്. അതുപോലെ തന്നെ പല അസുഖങ്ങളും ഇങ്ങനെ പ്രഷറൊക്കെ വരുമ്പോൾ പല അസുഖങ്ങളും എംപ്ലോയീസിൽ വരാറുണ്ട് അല്ലെ. അപ്പോ അവര് പറയാറുണ്ട് വെല്ലോണം ഒന്ന് ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോന്നാൽ മതി, ഞാനൊരു എന്താ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രം നിൽക്കുന്നൊരു സ്ഥലമാണത് എന്നൊക്കെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എംപ്ലോയീസ് അവിടെ റിറ്റെയിൻ ചെയ്യാൻ നിന്ന് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല അല്ലെ, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വരാതെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താ, എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റീസ്. നമുക്കറിയാം ഓരോ സ്റ്റാഫിനും ഓരോ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ. എന്താണ് ഓരോ സ്റ്റാഫിനും ഇപ്പോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കില്ല HR മാനേജർക്കുള്ളത്. HR മാനേജർക്കുള്ള റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസും കാര്യങ്ങളായിരിക്കില്ല എന്താ റിസപ്ഷനിസ്റ്റിനുള്ളത് അല്ലെ. അതുപോലെ തന്നെ എന്താ ക്യാഷ്യർക്കുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കില്ല എന്താ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പൊസിഷൻ അനുസരിച്ച് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും അല്ലെ, ഹൈ ആൻഡ് ലോ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം. കണ്ടിട്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ പറഞ്ഞിരുന്നു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേനെ കുറിച്ച് എന്താണ്, പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എവിടേക്കാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. അതുപോലെ തന്നെ പേഷ്യൻസിന് മാത്രമല്ല എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യണം അല്ലെ. അങ്ങനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അവർക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത്, അവര് ഹാപ്പി ആണോ, അവർ ചെയ്യുന്ന വർക്കിൽ ഹാപ്പി ആണോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് ഹോസ്പിറ്റലിൽ വരുത്തേണ്ടതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ സർവേയിലൂടെ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ടും സാധിക്കുന്നുണ്ട്. പിന്നെന്താ, മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. എന്താണ് നോൺ പെർഫോമൻസ്? ചിലപ്പോ ഈ നോൺ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെർഫോമൻസ് എന്ന് പറഞ്ഞാല് എന്താ നമ്മുടെ ഉള്ളിൽ അല്ലെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ചില കഴിവുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലെ. കഴിവുകൾ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല ഇല്ലേ. ഇപ്പോ ചെറിയൊരു പാട്ട് പാടാത്ത ആരും പോലും നമ്മുടെ ഈ ക്ലാസ്സിൽ ഉണ്ടാവില്ല. ചെറിയൊരു മൂളിപ്പാട്ട് പോലും പാടാത്തവര് ഇല്ലേ. ബാത്റൂമിലൊക്കെ കുളിക്കാൻ കയറുമ്പോ പാടാറുണ്ടല്ലേ ചെറിയൊരു മൂളിപ്പാട്ട് ഇല്ലേ. നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ പാടിയില്ലെങ്കിലും അങ്ങനെ നമ്മൾ പാടാറുണ്ട് ഇല്ലേ. പാടാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ആരും പാടാറില്ലേ? ആരും പാടാറില്ല. നല്ല കുട്ടികളാണ് എല്ലാവരും നമ്മുടെ ക്ലാസ്സിലുള്ളവര്. ഉണ്ട് അല്ലേ, പാടാത്തവരായിട്ട് ആരും ഉണ്ടാവാറില്ല ഇല്ലേ. പാടാറുണ്ട്. ഓക്കെ, ഇനി പാട്ട് പാടുന്നവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? പാട്ട് പഠിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ പാട്ട് പാടുന്നവരോ ഉണ്ടോ? പാട്ട് പാടും. ഓക്കെ, സൗമ്യ സുരേഷ് പാടാറുണ്ട്. പാട്ട് പാടാറുണ്ട്, പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ട് പാടാറുണ്ട് ആണോ, അതാണ് ഉദ്ദേശിച്ചത്? പാട്ട് പാടും. ഓക്കെ.
അപ്പോ എന്താ എന്താണ് ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലായാലും അല്ലെ, നമ്മള് ജസ്റ്റ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാലും നമ്മളുടെ ക്ലാസ്സിലായാലും ജസ്റ്റ് ഒരു മൂളിപ്പാട്ട് പാടാത്തവര് പോലും ഉണ്ടാവില്ല. കാരണം എന്താ, നമുക്ക് അത്തരത്തിലുള്ള കഴിവ് നമ്മുടെ ഇടയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മള് എന്താ ചെയ്യാ, നമ്മള് നോക്കാറില്ല നമുക്ക് അത്തരത്തിലുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള നോൺ പെർഫോമേഴ്സ് അല്ലെ, കഴിവുകൾ ഉണ്ടായിട്ടും കാണിക്കാത്തവരുണ്ടാവാം അല്ലെ, ഇല്ലേ? നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രോയിങ് ചെയ്യുന്നവരുണ്ടാവാം അല്ലെ, നന്നായിട്ട് ഇപ്പോ എന്താ പാട്ട് പാടുന്നവരുണ്ടാവാം അല്ലെ. അങ്ങനെയുള്ള പല കഴിവുകളും നമ്മളുടെ ഇടയിലുണ്ട് അല്ലെ. ഇപ്പൊ എനിക്കുള്ള കഴിവായിരിക്കില്ല സൗമ്യക്കുള്ളത്, സൗമ്യക്കുള്ള കഴിവായിരിക്കില്ല എന്താണ് ആൻമരിയക്കുള്ളത്, ആൻമരിയക്കുള്ള കഴിവായിരിക്കില്ല ജാസ്മിനുള്ളത് അല്ലെ. പലർക്കും ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് തന്നെ ഡിഫറെന്റ് കഴിവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇല്ലേ. ഒരു കഴിവ് പോലും ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നോൺ പെർഫോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിവുകൾ ഉണ്ടായിട്ടും അവര് പ്രകടിപ്പിക്കാത്തവര് അല്ലെ, ഉള്ളില് ഉള്ള കഴിവുകൾ പുറത്തെടുക്കാത്തവര്. അപ്പൊ അങ്ങനെയുള്ള പെർഫോമൻസിനെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുക. പിന്നെ എന്താണ്, റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. എന്ത് ചെയ്യണം, റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ റിവാർഡ്? എന്താണ് റിവാർഡ്? പാരിതോഷികങ്ങള്. ഇപ്പോ എന്താണ് പ്രൈസുകൾ കൊടുക്കുക അല്ലെ, ബെസ്റ്റ് പെർഫോമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസിന്. ചിലപ്പോ ചില കമ്പനീസ് ഒക്കെ ഇങ്ങനെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോ ഇങ്ങനെയുള്ള ഫിനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോ മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബെസ്റ്റ് പെർഫോമൻസിനുള്ള അവാർഡുകളൊക്കെ കൊടുക്കുന്നത് കാണാം അല്ലെ, സ്റ്റാറ്റസ് ഒക്കെ കിട്ടിയിരിക്കുന്നത് കാണാറുണ്ടോ ഇല്ലേ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് എന്നും അങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരിക്കുന്നത് കാണാം എനിക്ക്. ഞാൻ ചോദിക്കാറുണ്ട് ഇങ്ങനെ. അപ്പോ ബെസ്റ്റ് പെർഫോമൻസിനുള്ള പാരിതോഷികങ്ങൾ കൊടുക്കാറുണ്ട് അവര്. അപ്പൊ എന്താണ്, ഇങ്ങനെ പാരിതോഷികങ്ങൾ കൊടുക്കുമ്പോ നെക്സ്റ്റ് മന്തും അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറും എന്താണ് മറ്റുള്ള സ്റ്റാഫുകളുടെ ഇടയിൽ ഒരു വാശി ഉണ്ടാവണം അല്ലെ. ഇപ്പൊ എന്താ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ, ഇപ്പൊ 10ലോ 8ലോ ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്ത് എന്താ എക്സാംസ് ഒക്കെ ഉണ്ടാവില്ലേ, എക്സാംസിനൊക്കെ നല്ല മാർക്ക് കിട്ടുമ്പോ ടീച്ചേഴ്സ് പലർക്കും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അല്ലെ. ക്ലാസ് ഫസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട്, ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോ മറ്റുള്ള കുട്ടികൾക്കും, അതിന്റെ ഉദ്ദേശം എന്താണ്, മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രചോദനം ഉണ്ടാവണം അല്ലെ, നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട്. അല്ലെങ്കിൽ അടുത്ത എക്സാമിന് ഞാൻ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കും, ടീച്ചറുടെ കയ്യിൽ നിന്ന് ഞാനായിരിക്കും അടുത്ത ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് എന്നുള്ളൊരു വാശി മറ്റുള്ളവരെയും വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള റിവാർഡ്സുകൾ കൊടുക്കുന്നത് ഇല്ലേ. നിങ്ങൾ അങ്ങനെ പഠിക്കാറുണ്ടോ? മറ്റുള്ളവർക്ക് ഇങ്ങനെ മാർക്ക് കിട്ടുമ്പോ അയ്യോ അവൾക്ക് മാർക്ക് കിട്ടിയല്ലോ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് ആവണം എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടോ? ഉണ്ടോ? വിചാരിക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ, എന്നിട്ട് അത് നടപ്പിലാക്കാറുണ്ടോ? അതിനനുസരിച്ച് പഠിക്കാറുണ്ടോ നമ്മള്? ഉണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, നല്ല കാര്യം. ഞാൻ വേറെ ക്ലാസ്സിൽ ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല മിസ്സേ, പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല. അതെന്താ, എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് ജയിച്ച് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോ ഞാൻ പോകുന്നത്. പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെയും ചോദിച്ചത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നല്ല വാശിയുണ്ടല്ലേ, HA21 ബാച്ചിന് നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവരുടെ ഇടയിൽ നല്ല രീതിയിലുള്ള വാശി, നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാവട്ടെ. ഓക്കെ, നല്ല കുട്ടികളായിട്ട് എല്ലാവർക്കും 100ൽ 100 മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോ അതാണ് റിവാർഡ് ബെസ്റ്റ് പെർഫോമേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് സ്റ്റാഫുകളുടെ ഇടയിൽ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. ഇനി അവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെ, സ്റ്റാഫിന്റെ പെർഫോമൻസ് ആയാലും സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി ആയാലും ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്.
ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ സ്ക്രീൻ? ഓക്കെ, അവിടെ നോക്കാം. ഇത്തിരി വലുതാക്കിയിട്ടുണ്ട് മിസ്. നോക്കാം. ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, വർക്കിംഗ് എൻവയോൺമെന്റ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിന് മാത്രം നമ്മൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറിയാൽ പോരാ, അവിടെയുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെ, വർക്കേഴ്സിനെയും നമ്മൾ പരിഗണിച്ച് അവരോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി അല്ലെ, നമ്മള് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് നമുക്ക് എടുത്തിട്ട് അങ്ങനെ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുന്നു. ബി എംപതറ്റിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് അല്ലെ, നോൺ പെർഫോമൻസ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ സഹാനുഭൂതിയോട് കൂടിയിട്ടും അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ടും അങ്ങനെ നമ്മൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താ, അക്നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്, അംഗീകരിക്കുകയും അതുപോലെ തന്നെ റിവാർഡ് അല്ലെ, അവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുകയും ചെയ്യണം. ബെസ്റ്റ് പെർഫോമൻസിനെ കണ്ടെത്തിയിട്ട് റിവാർഡ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് അംഗീകാരം കൊടുക്കുകയും വേണം. ഓക്കെ, വായിച്ചു നോക്കാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ടു നോ മിഫഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ് അല്ലെ.
എന്താണ് മൂഡ് ഓഫ് ആയിട്ടുള്ള പേഷ്യൻസിനെയും ആംഗ്രി പേഷ്യൻസിനെയും അറിയാം. അതാണ് തേർഡ് റീസൺ ആയിട്ട് പറയുന്നത്. Every hospital meets a situation where they should deal with the angry patients. എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെ എന്താണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരും അല്ലെ, ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. It's a challenging task to cope with such a patient, and especially when they exhibit their frustration on hospitals. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ളൊരു എന്താ ഈ ആംഗ്രി പേഷ്യൻസിനെ നേരിടാം എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആണ്. പേഷ്യൻസ് ക്യാൻ ബി upset because of various reasons such as the daily appointments, long patient waiting times, wrong diagnosis and treatment, absence of quality care, and a lot of more. ഇനി അവർ അപ്സെറ്റ് ആകുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം അല്ലെ, പല റീസൺസ് കൊണ്ടാവാം. ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ വന്ന് പല സ്റ്റാഫിനോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അല്ലെ, നമ്മളൊക്കെ അനുഭവം ഉള്ളവരാണ് അല്ലെ. എന്താണ് ചിലപ്പോ കുറെ നമ്മള് ഇപ്പോ എന്താ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടും നമ്മള് കറക്റ്റ് ടൈമിൽ വരുമ്പോൾ ചിലപ്പോ പറയും എന്താണ് 10:30 അല്ലെങ്കിൽ 10 മണിയാകുമ്പോ വന്നോളൂ കേട്ടോ, നിങ്ങളുടെ നമ്പർ 1 അല്ലെങ്കിൽ 7 5 എന്നൊക്കെ പറയാറുണ്ട്. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് ടൈമിൽ വരുമ്പോ നമ്മളെ കേറ്റില്ല. എന്താണ് നമുക്ക് മുമ്പ് വന്ന പേഷ്യൻസിനെ കേറ്റിയിട്ട് അവര് കയറിയാൽ മതി ഇല്ലേ. പലർക്കും അനുഭവമുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ അത്. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടും നമ്മളെ കേറ്റാത്ത ഒരവസ്ഥ. നമ്മൾ കൃത്യസമയത്ത് വരുമ്പോഴും ചിലപ്പോൾ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ അങ്ങനെ വൈകിട്ടുണ്ടെങ്കിലും നമ്മൾ കയറേണ്ട സ്ഥാനത്തേക്ക് വേറൊരു പേഷ്യന്റ് കയറുന്നത് അല്ലെ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ എന്റെ ഒരു അനുഭവം പറയാം. എന്റെ മോള് ചെറുതായിരുന്നപ്പോ ആൾക്കൊരു 3 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ എന്താ ആൾക്കിങ്ങനെ ജലദോഷവും ചുമ തുമ്മൽ ഇതൊക്കെ ആയിട്ട് വന്നു. അപ്പൊ കുഞ്ഞു കുട്ടിയാണ്. നമുക്കൊക്കെ വലുതാവുമ്പോ വലിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പറയാം എന്താണ് അവിടെ വേദന ഇവിടെ വേദന. പക്ഷെ ഇതിന് ഇങ്ങനെ 3 മന്ത് ബേബിക്കൊക്കെ ഒന്നും പറയാനുള്ള സാഹചര്യം, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് എന്താണ് അസ്വസ്ഥത എന്നുള്ളതൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മള് എന്താ അപ്പോയിന്റ്മെന്റ് ഞാൻ ആ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ആൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കൂടിയപ്പോ പെട്ടെന്ന് കൊണ്ടുപോയി, കാലത്ത് തന്നെ കൊണ്ടുപോയി. ഒരു 10 മണി കഴിഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇങ്ങനെ എന്താ നമ്പർ കിട്ടിയതെന്തോ 57 അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ ഡോക്ടറിന്റെ അടുത്തൊരു നേഴ്സ് അസിസ്റ്റന്റ് ഉണ്ടാവുമല്ലോ, നമ്മുടെ പേര് വിളിക്കാനും ടോക്കൺ അടിക്കാനൊക്കെ ആയിട്ടൊരു അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ നേഴ്സിനോട് ചോദിച്ചു, ഞാൻ ഈ കുട്ടിയെ കേറിക്കോട്ടെ. കൈക്കുഞ്ഞായിട്ട് നമ്മൾ ചെല്ലുമ്പോ ചിലപ്പോ നമ്മള് എന്താ ഒരു കൺസൾട്ടേഷൻ തരുമെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു, ഇങ്ങനെ കേറിക്കോട്ടെ, ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര കരച്ചിലാണ്, ആള് വായ അടയ്ക്കുന്നില്ല, അത്രയും കരച്ചിലാണ്, ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം. അപ്പോ കേറിക്കോട്ടെ എന്ന് വെച്ചപ്പോ ന്യൂസ് പറഞ്ഞു ഇല്ല പറ്റില്ല, നമ്പർ ആവുമ്പോഴേ കേൾക്കാൻ പറ്റുള്ളൂ, എല്ലാവരും ഇതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നവരാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എല്ലാവരും ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്തവരാകാം, അതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ കൈക്കുഞ്ഞ് അതുപോലെ തന്നെ കരച്ചില്, അപ്പൊ അതൊക്കെ കാണുമ്പോ ഒരു കൺസിഡറേഷൻ തരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിലും എന്താ ഇങ്ങനെയൊരു നമ്മുടെ നമ്പർ ആകുമ്പോ കേറ്റാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു എല്ലാവരും അതുപോലെ തന്നെ വന്നവരല്ലേ അവര് പറഞ്ഞു. അങ്ങനത്തെ ഒരു സാഹചര്യം. അതുപോലെ തന്നെ എന്താ ലോങ് വെയിറ്റിംഗ്, പേഷ്യന്റ് വെയിറ്റിംഗ് ടൈംസ് അല്ലെ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരവസ്ഥ. നമ്മള് അത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതുപോലെ തന്നെ നമുക്ക് രോഗം വളരെ ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടാവാം. വലിയവർക്ക് പിന്നീട് സഹിക്കാം, കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ പിന്നെ എന്താ എന്റെ മോൾക്ക് 5ാം പനി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസം മുമ്പൊക്കെയാണ്, ജൂലൈ ടൈമിലാണ്. ആ ടൈമില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, 5ാം പനി വന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, പറഞ്ഞിട്ടുണ്ടാ? ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവട്ടെ, എനിക്കറിയില്ല. അപ്പൊ 5ാം പനി വന്ന ടൈമില് ആളുടെ 5ാം പനി വന്ന നമുക്ക് അറിയാലോ, ആളുടെ ഇങ്ങനെ എന്താ 5 ദിവസം കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 5 ദിവസം കഴിയുമ്പോ നേരത്തെ ഇങ്ങനെ എന്താ റെഡ് മാർക്ക് പോലെ ഇങ്ങനെ പൊന്തി തുടങ്ങും. 5 ദിവസം കഴിഞ്ഞിട്ട് അത് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ 5 ദിവസത്തിനുള്ളില് ഭയങ്കര ബുദ്ധിമുട്ടും പനിയും, നമുക്ക് എന്താണ് ഇത് പനിയും മാറുന്നില്ല കുട്ടിക്ക്. അത് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് പൊന്തി തുടങ്ങിയത്.
അപ്പോ മദർ-ഇൻ-ലോ ഹോസ്പിറ്റലായിരുന്നു, ആൾക്ക് പനിയായിട്ട്. ഞാൻ അവിടെയാണ് അഡ്മിറ്റ് ആക്കിയത്, അവിടെയായിരുന്നു. പിന്നെ ഞാൻ എന്റെ മമ്മിയുടെ അടുത്താക്കി. അപ്പൊ മമ്മി എന്നിട്ട് കുട്ടീനെ കൊണ്ട് പോയി ഡോക്ടറുടെ അടുത്ത് എത്തിച്ചു. അതിനുശേഷം അപ്പൊ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം. അപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് അന്ന് കാലത്താണ് മദർ-ഇൻ-ലോനെ അഡ്മിറ്റ് ആക്കിയ ആദ്യ ദിവസം തന്നെയാണ്, ഒരു ബുധനാഴ്ച ആയിരുന്നു, ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. ഒരു ബുധനാഴ്ച ആയിരുന്നു. അപ്പൊ കാലത്ത് മദർ-ഇൻ-ലോനെ കൊണ്ടുപോയി 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കാറെടുത്ത് മദർ-ഇൻ-ലോനെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കി. അതിനുശേഷം മമ്മി കോൾ ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞിങ്ങനെ നേരത്തൊക്കെ ഇങ്ങനെ തടിച്ച് പൊന്തി, നമുക്ക് എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ അവൾക്ക് ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, കിടക്കണം. അത് കഴിയുമ്പോ പറയും ഇരിക്കണം. അതേപോലെ പറയും അമ്മേ നമുക്കൊന്ന് ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് പോവാം, വീട്ടിലേക്ക് തിരിച്ചു പോവാം, കിടക്കണം. ഭയങ്കര ഒരു അസ്വസ്ഥത. അപ്പോൾ മമ്മി പോയിട്ട് നഴ്സിന്റെ അടുത്ത് ചോദിച്ചു, ഒന്ന് കാണിച്ചോട്ടെ. അപ്പോഴും എന്താ പറഞ്ഞത്, കാണിക്കാൻ പറ്റില്ല, ഇത്രയും ആൾക്കാരുണ്ട്, എല്ലാവരും അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നവരല്ലേ, കാണിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പൊ നമ്മുടെ വലിയവർക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് സഹിച്ചിരിക്കാം. പക്ഷെ കുട്ടികൾക്ക് ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ചില പേഷ്യൻസ് ഒക്കെ എന്താണ് ചിലപ്പോ അങ്ങനെ കയർക്ക് സംസാരിക്കാം, അങ്ങനൊരു ഇങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് അല്ലെങ്കിൽ സ്റ്റാഫുകളോടൊക്കെ നഴ്സുമാരോടൊക്കെ അപ്സെറ്റ് ആയിട്ട് പെരുമാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. മറ്റൊരു റീസൺ ആണ് റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാതെ ചിലപ്പോ വേറൊരു രോഗത്തിന് മരുന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെ? ട്രീറ്റ്മെന്റുകൾ ചിലപ്പോ 6 മാസമായി അല്ലെങ്കിൽ 3 മാസമായിട്ടും മരുന്നുകൾ നമ്മൾ തുടർച്ചയായിട്ട് ഡോക്ടേഴ്സ് തരുന്നുണ്ട്, നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷെ എന്താ, രോഗം മാറാത്ത അല്ലെങ്കിൽ കുറയാത്ത, ചേഞ്ചസ് ഉണ്ടാവാത്ത ഒരവസ്ഥ, അല്ലെ? ചിലപ്പോ രോഗി മരണം വരെ സംഭവിക്കാം, മരണപ്പെടാം. അപ്പൊ എന്താണ്, പേഷ്യൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ കയർക്ക് സംസാരിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം. ഓക്കെ, ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ, നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് കെയർ കിട്ടാത്തൊരവസ്ഥ. ഇങ്ങനത്തെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പല പേഷ്യൻസും അല്ലെങ്കിൽ പല പേഷ്യൻസിന്റെ ഫാമിലീസും വന്നിട്ട് ഹോസ്പിറ്റലുകാരോട് ഇങ്ങനെ കയർത്ത് അല്ലെങ്കിൽ എന്താ ആംഗ്രി ആയിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. ആ റീസൺസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ആൻഡ് ഇഫ് ദ ഹോസ്പിറ്റൽ ഡു നോട്ട് address their issues, they might even face legal threats from patients. Hospital cannot discard such situations, so it's better to learn how to cope with the patients. As a care provider, hospital need to realize the warning signs and control the situations before it get worsened, and need to create best practices and follow them to handle angry patients. ഇങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിലെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്താ പേഷ്യൻസിനാണെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. ഹോസ്പിറ്റലിലെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലൈന്റ്സ് കൊടുക്കാം, ലീഗലായിട്ട് കംപ്ലൈന്റ് ചെയ്യാം. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ രോഗികളെ നമ്മൾ അവഗണിക്കാതെ പ്രശ്നം നമ്മളത് മോശമായിട്ട് മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ അത് മോശമായിട്ട് കൊണ്ടുപോകാതെ, അല്ലെ? പ്രശ്നം ചിലപ്പോ ഒരു ചെറിയൊരു പ്രശ്നമായിരിക്കാം, അത് നമ്മൾ പറഞ്ഞ് വഷളാക്കാതെ അവരുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്തിട്ട് ആ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ നമ്മൾ വഷളാവുകയാണ് ചെയ്യുന്നത്, അല്ലെ? കൺട്രോൾ കിട്ടാതെ വരാം, നല്ല രീതിയിൽ മോശമാവുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ബാഡ് ഇമേജ് പല പേഷ്യൻസിനായാലും പല ആളുകളിലും അത് എത്തിക്കാൻ പറ്റുന്നുണ്ട്, സ്പ്രെഡ് ആവുമല്ലോ, ഒരു മോശം വാർത്ത ഹോസ്പിറ്റലിനെ കുറിച്ച് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മള് കൂടുതൽ വഷളാക്കാതെ നമ്മളത് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് പേഷ്യൻസിന്റെ ഫാമിലി ആയിട്ടും ഹോസ്പിറ്റലായിട്ടും കൂടി ചേർന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്യുകയാണ് ഉചിതമായിട്ട് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ആംഗ്രി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള പ്രാക്ടീസുകളും ഫോളോ അപ്പുകളും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. എന്താണ്, നമ്മള് ആദ്യം ഇങ്ങനെ പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആണ് ബോക്സ് പറയുന്നത്. ഇവിടെ തെറ്റി കയറി വന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ PDF-ലും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യം ഈ പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ബോക്സ് പറയാം കേട്ടോ. എല്ലാം രണ്ടാമത്തേൽ നോക്കി കണ്ടു, ലാസ്റ്റ് ആണ് ബോക്സ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ. ഇത് ഇങ്ങനെ
ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് നോക്കാം, വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. എങ്ങനെ നമുക്ക് ഈ ആംഗ്രി പേഷ്യൻസിനെ നേരിടാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ ക്യാം. നമ്മൾ എന്ത് ചെയ്യാം? നമ്മളോട് ഒരു വ്യക്തി ഇപ്പൊ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോ നമ്മളും ദേഷ്യപ്പെട്ട്, അവിടുത്തെ സ്റ്റാഫുകളായാലും നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ എന്തുണ്ടാവും അല്ലെ? ചിലവര് പറയാറുണ്ട് എന്താണ്, ഒരു കൈ എന്താ എന്താ പറയാ, ഒരു കൈ കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ രണ്ട് കൈയും കൂട്ടി അടിച്ചിട്ടുണ്ടെങ്കിലേ സൗണ്ട് ഉണ്ടാവുള്ളൂ അല്ലെ? അങ്ങനെ പറയാറുണ്ട്, രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത് അല്ലെ? ഒരു കൈ തന്നെ അടിക്കുമ്പോ എന്താ സൗണ്ട് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഒരു കൈ ഇങ്ങനെ വീശുമ്പോ സൗണ്ട് ഉണ്ടാവും ഇല്ല. അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? അപ്പൊ പേഷ്യൻസ് എന്താ ആംഗ്രി ആയിട്ട് പെരുമാറുകയാണെങ്കിൽ നമ്മളും അത് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എന്താണ് അവിടെ തർക്കങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ദേഷ്യപ്പെട്ട് അവർ സംസാരിക്കുമ്പോ നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കുക, അതിനുശേഷം കാമാവാനായിട്ട് ശ്രമിക്കാം. Gather all the details about the patient's diseases and the treatment provided to them. എന്ത് ചെയ്യണം? അവരുടെ ഡീറ്റെയിൽസുകൾ, ആ പേഷ്യൻസിന് എന്ത് രോഗമാണുള്ളത്, എന്തൊക്കെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ എടുക്കാം. ഓക്കെ, പിന്നെ എന്താ? സ്പെൻഡ് ക്വാളിറ്റി ടൈം with the patient to different reasons behind their outburst. Outburst എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഔട്ട്ബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? കൂടുതൽ എന്താ പൊട്ടിത്തെറിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ? ഔട്ട്ബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുക. അപ്പോ അവിടെ എന്താണ് പറയുന്നത്? നമ്മള് എന്താ ഇങ്ങനെ കൂടുതൽ പേഷ്യൻസ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിന്റെ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതിന്റെ റീസൺ എന്താണ് സാഹചര്യം, എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂസ്. അവരോട് എമ്പതിയോട് കൂടിയിട്ട്, സഹാനുഭൂതിയോട് കൂടിയിട്ട് പെരുമാറുകയും അവരുടെ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Avoid giving way to any argument and defend against threats. അതുപോലെ തന്നെ നമ്മൾ ആർഗ്യുമെന്റ് ചെയ്യാൻ അല്ലെ, ഞങ്ങളല്ല കാരണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാരല്ല, നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളാണ് എന്നുള്ളത് നമ്മള് ഹോസ്പിറ്റലുകാർ ഇങ്ങനെ നമ്മൾ ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നം വഷളാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർഗ്യുമെന്റ് ചെയ്യാതെ, തർക്കിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പ്രൊട്ടക്ട് ലീഗലി by carefully documenting clinical and administrative complaints. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് ഉണ്ടാകുമ്പോൾ അതിനെ പരിഗണിക്കുക അല്ലെ? ഹോസ്പിറ്റലിലെ ഭാഗത്തു നിന്നാണ് തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പരിഗണിക്കുകയും അത് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് ആംഗ്രി പേഷ്യൻസിനെ നമ്മൾ എന്താണ് കൂളാക്കേണ്ട അല്ലെങ്കിൽ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു
Next നോക്കാം, implementing strategies to deal with the angry patients. Okay, angry patients നെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് 1 to 6 വരെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് 1 നോക്കാം കേട്ടോ. ഒന്ന് വലുതാക്കട്ടെ, എനിക്ക് ക്ലിയർ ആവുന്നില്ല അല്ലെ, കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, first one on in the step 1, acknowledge and listen to patients complaints calmly. എന്ത് ചെയ്യണം? പേഷ്യൻസിനെ എന്ത് ചെയ്യാം? അംഗീകരിക്കുകയും അവരുടെ കംപ്ലൈൻസ് നമ്മൾ എന്താണ് സ്വീകരിക്കുകയും ശാന്തമായിട്ട് സ്വീകരിക്കുകയും ചെയ്യണം. അപ്പോ അവരെ നമ്മൾ അംഗീകരിച്ച് അവരുടെ കംപ്ലൈൻസ് എന്താണെന്നുള്ളത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യാം. ഇനി എന്താ സ്റ്റെപ്പ് 2, try to understand the root causes of the problem. എന്താണ് പ്രധാന പ്രശ്നം, പ്രശ്നത്തിന്റെ പ്രധാന റൂട്ട് എവിടെയാണ്, എവിടെ നിന്നാണ് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, മനസ്സിലാക്കുക. സ്റ്റെപ്പ് 3, അവോയ്ഡ് ബീങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. എന്താണ് പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്രതിരോധാത്മകമായിട്ട് പെരുമാറാതെ അവരോട് എംപതറ്റിക് ആയിട്ട് അല്ലെ, സഹാനുഭൂതിയോട് കൂടിയിട്ട് പെരുമാറാ. എന്താണ് അവരുടെ പ്രശ്നം, എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്, എവിടെ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ സഹാനുഭൂതിയോട് കൂടിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കാം. സ്റ്റെപ്പ് 4 എന്താ? മേക്ക് ദ പേഷ്യൻസ് ഫീൽ ദാറ്റ് their concerns are taking seriously. അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്താണ് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആര്? ഹോസ്പിറ്റലുകാര് പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ, ഒരു ഫീല് അവരിൽ വരുത്തുക. ഓക്കെ, സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാല് അപ്പോളജൈസ് ആൻഡ് ടേക്ക് ദ ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലംസ്. എന്ത് ചെയ്യണം? അപ്പോളജൈസ് അല്ലെ, ക്ഷമാപണം ചോദിക്കാം, ക്ഷമിക്കുകയും അവരോട് ക്ഷമിക്കുകയും അവരുടെ പ്രോബ്ലംസ് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്യണം. അവരോട് ക്ഷമാപണം ചോദിക്കുകയും അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അത് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്യണം. ഇനി സ്റ്റെപ്പ് 6 എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻസ്. എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലെ, എന്തെങ്കിലും വെയിറ്റിംഗ് ടൈം ആയാലും അല്ലെങ്കിൽ എന്താണ് റോങ് ഡയഗ്നോസിസ് ആയാലും എങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ആ പ്രശ്നം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, എപ്പോൾ അപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഉള്ള ഇനി എന്തെല്ലാം ചെയ്യാൻ പറ്റും അല്ലെ, അവരുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിച്ചു, ഇനി എന്തെല്ലാം ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെയും ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ 1 to 6 സ്റ്റെപ്പ്.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി ഫോർത്ത് വൺ ആണ് ഇത്, ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ അനുഭവങ്ങൾ അല്ലെ, പേഷ്യൻസിന്റെ അനുഭവങ്ങൾ എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. Most doctors spend a short span of time in which they want to complete various tasks, from catching up with the patient's understanding their concerns and providing the required treatment. In such a case, it would be difficult for doctors to address all the problems of the patient. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മളിവിടെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞ കാലയളവ് അല്ലെങ്കിൽ ചെറിയൊരു കാലയളവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ എന്താ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു മാസമായിട്ട് തുടർച്ചയായിട്ട് ഒരു ഡോക്ടറെ നമ്മൾ കാണുന്നുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, എക്സാമ്പിൾ ആണ്. നമ്മൾ ഡോക്ടറെ കാണുന്നു, അതിനുശേഷം ഡോക്ടർ പറയുന്നു എന്താണ്, 2 ആഴ്ച കഴിഞ്ഞിട്ട് വായോ, നമുക്ക് ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു മാസമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞല്ലോ ഡോക്ടർ. അതിനുശേഷം നമ്മൾ ചെന്നു, നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് ഡോക്ടർ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ആയി പോയി. അവിടെ ഡോക്ടർ ഇല്ല, ട്രാൻസ്ഫർ ആയി പോയി അല്ലെ? പലർക്കും അങ്ങനെയുള്ള ഒരു അനുഭവം അല്ലെ, എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ? ഇല്ലേ? തുടർച്ചയായിട്ട് ചിലപ്പോ 1-2 മാസം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നീട് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ പോകുമ്പോ എന്താണ്, അവിടെ ഡോക്ടർ ഇല്ല, പകരം വേറെ ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും? ഇല്ല. അതെന്താണ്? ആ ഡോക്ടർ തന്ന മരുന്നുകള് അല്ലെങ്കിൽ ആ ഡോക്ടർക്കാണ് ഈ രോഗിയുടെ എല്ലാ കാര്യങ്ങളും, ലക്ഷണങ്ങൾ എന്താണ്, മരുന്നുകൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു, എന്തൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് അല്ലെ? അപ്പോ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഡോക്ടർ പോയി എന്ന് പറയുന്നു. ഇതൊക്കെ വളരെ എന്താണ്, രോഗികൾക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റ് നമ്മൾ ചിലപ്പോൾ പകുതിയായിട്ട് പോലും ഡോക്ടർ മാറിപ്പോകുന്ന ഒരു സാഹചര്യം. അപ്പൊ അവിടെ എന്താണ്, അസുഖങ്ങള് ഇനി പിന്നീട് വരുന്ന ഡോക്ടർക്ക് എന്തൊക്കെയാണ് അസുഖങ്ങൾ, ഈ രോഗിയുടെ അസുഖങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഒന്നേന്ന് നമ്മൾ തുടങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ? അതിനാൽ രോഗിയുടെ എല്ലാ പ്രശ്നങ്ങളും ഡോക്ടേഴ്സിനെ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, if we do not get answers for specific queries like did we provide the desired care, did we give the right advice, it would be difficult for hospital to improve their patient experience. അപ്പൊ എന്താണ്, ഈ ഹോസ്പിറ്റലുകാർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ലഭിക്കേണ്ടതുണ്ട്. ആൻസർ ലഭിച്ചു കഴിഞ്ഞാലാണ് അവർക്ക് നല്ല രീതിയിലുള്ള അനുഭവമാണോ ഹോസ്പിറ്റലുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? Did we provide a desired care? അല്ലെ? നമ്മള് എന്താണ്, പേഷ്യൻസിന് ആവശ്യമുള്ളൊരു പരിചരണം ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത്. Did we give the right advice? എന്താണ് റൈറ്റ്, ശരിയായ രീതിയിലുള്ള അഡ്വൈസുകൾ ലഭിച്ചിട്ടുണ്ടോ? അപ്പോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, ഡോക്ടർ നമ്മള് 1 മാസമായിട്ട് കണ്ടു, പിന്നീട് മാറിപ്പോയി. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കോ ആ പേഷ്യൻസിന്? സാധിക്കോ? Yes or no? Yes or no? സാധിക്കോ ഇല്ലയോ? ഇവിടെ തന്നെ ഉണ്ടോ എല്ലാവരും? Yes or no? സാധിക്കും? ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത് നിത്യ. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ലല്ലോ. യെസ് ഓർ നോ? ക്വസ്റ്റ്യൻ കേട്ടില്ലേ ആരും? ഓക്കെ, എന്തുകൊണ്ടാണ് നോ എന്ന് പറഞ്ഞത്?
എന്തുകൊണ്ടാണ് നോ എന്ന് പറഞ്ഞേ? ആ, ക്വസ്റ്റ്യൻസ് കേട്ടില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോസ്പിറ്റൽസുകാര് ചോദിക്കുന്നുണ്ട്. അവിടെ ആ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാനായിട്ട് ആ പേഷ്യൻസിന് സാധിക്കോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം എന്ന് പറഞ്ഞാല് 1 മാസമായിട്ട് ട്രീറ്റ്മെന്റ് തുടർച്ചയായിട്ട് നടത്തുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ മാറിപ്പോയി, സാഹചര്യം വന്നു. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് കറക്റ്റ് ആയിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കോ? കിട്ടോ? നമ്മുടെ കയ്യിൽ നിന്ന് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടോ? അതാണ് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇല്ല. കാരണം എന്താണ്? അവർക്ക് കിട്ടിയിട്ടുള്ള, ആ പേഷ്യൻസിന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അല്ലെ, അനുഭവം എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിലല്ല, അല്ലെ? തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് നൽകുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന പേഷ്യന്റിനാണെങ്കിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റും തുടർച്ചയായിട്ടുള്ള അനുഭവത്തിലൂടെ, അല്ലെ? ഇതെന്താണ്? 1 മാസം ഡോക്ടർ ഉണ്ടായിരുന്നു, പിന്നീട് ആ ഡോക്ടർ പോയി, പിന്നീട് വേറെ ഡോക്ടർ വന്നു, അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള അനുഭവമല്ല ആ പേഷ്യൻസിന് ലഭിച്ചത്. മനസ്സിലായോ? ഇനി എന്താണ്? വൺ ഓഫ് ദി ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് ഇറ്റ് ഈസ് by engaging with the patient and addressing their problems thoroughly after every interactions. ഇനി പേഷ്യൻസിന് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിനോട് കൂടുതലായിട്ട് എൻഗേജ് ചെയ്ത് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ പഠിച്ചിരുന്നു, നഴ്സുമാര്, സ്റ്റാഫ് നഴ്സുമാർ എന്താണ് കൂടുതലായിട്ടും പേഷ്യൻസിനോടൊക്കെ എൻഗേജ് ചെയ്ത് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന ഒരു അനുഭവം, പേഷ്യൻസിന് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ ആണല്ലോ കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടേണ്ട ബെസ്റ്റ് വേ എന്ന് പറയുന്നത് അവരുമായിട്ട് കൂടി ചേർന്ന് എൻഗേജ് ചെയ്ത് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി ലാസ്റ്റ് ബോക്സ് പറയാം കേട്ടോ. വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്? ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് എങ്ങനെയെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റും? പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ അനുഭവം നമുക്ക് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? അവിടെ പോയിന്റ് നോക്കിയേ. എസ്റ്റാബ്ലിഷ് ദി സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ സിസ്റ്റം to streamline the hospital process, patient registration, appointment schedule, generating bills, publishing lab test report, setting up reminders, etc. എന്താണ് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്? എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ആ ചാപ്റ്റർ എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന് ചാപ്റ്ററിന്റെ പേരെന്താ? എടുത്തിട്ടുണ്ടോ ചാപ്റ്റർ? ആ ചാപ്റ്റർ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ സിസ്റ്റം. പേര് വേറെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എടുത്തിട്ടില്ല? എക്സൈസ് നിങ്ങൾക്ക് എടുത്തിട്ടില്ലേ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എടുത്തിട്ടില്ല? ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ എല്ലാം കമ്പ്യൂട്ടർ സംവിധാനത്തിലാണ് ചെയ്യുന്നത്, അല്ലെ? ഓരോ സോഫ്റ്റ്വെയർ സംവിധാനത്തിലോട്ട് ഓരോ ഡീറ്റെയിൽസുകൾ നമ്മൾ എന്താണ് എൻട്രി ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് കിട്ടും. ഒരു പേഷ്യന്റിന്റെ ഇപ്പോ UHID, അവിടെ ആ ID നമ്മള് അവിടെ നമ്പർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും, ആ പേഷ്യൻസിന്റെ പേര്, ഡീറ്റെയിൽസ്, ഏത് ഡോക്ടറെയാണ് കാണുന്നത്, എന്താണ് അസുഖം, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ സ്കാനുകൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് പേയ്മെന്റ് നടത്താം, ബില്ലിംഗ് ജനറേറ്റ് ചെയ്യാം, റിപ്പോർട്ടുകൾ നമുക്ക് റിമൈൻഡേഴ്സ് കൊടുക്കാം, ഇന്ന ദിവസം ഇന്ന ഡോക്ടർ ഉണ്ട്,
അങ്ങനെയുള്ള റിമൈൻഡേഴ്സ് ഒക്കെ നമ്മുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ്, പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇതിലൂടെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ. വ്യക്തിഗത പേഷ്യന്റ് കെയർ ആക്കി മാറ്റാം. ഓരോ പേഷ്യൻസിനെയും നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വ്യക്തിഗതമായിട്ട് പേഷ്യന്റ് കെയർ കൊടുക്കാം. റീഡ് ഔട്ട് പേഷ്യന്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിനെയും മനസ്സിലാക്കിയിട്ട് ഓരോ പേഷ്യൻസിനെയും നല്ല രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താം. എന്ന് പറഞ്ഞാല് ഇപ്പോ ഡിഫറെന്റ് ഡയറക്ഷൻസ് കൊടുക്കാം. ഡിഫറെന്റ് ചാനൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻസ് കൊടുക്കാം അവർക്ക് എന്തൊക്കെയാണ് അസുഖങ്ങൾ ഉള്ളത്, എന്തൊക്കെ ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യണം, എന്തൊക്കെ മരുന്നുകൾ കഴിക്കണം, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ്. അപ്പൊ ഓരോരോ ഡയറക്ഷൻസുകൾ അവർക്ക് അവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സുകൾ മനസ്സിലാക്കിയിട്ട് ഓരോ ഡയറക്ഷൻസുകൾ അവർക്ക് കൊടുക്കാം. കണ്ടക്ട് പേഷ്യന്റ് സർവീസ് ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. നമുക്കറിയാലോ, സർവേയിലൂടെ നമുക്ക് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് ആ ഫീഡ്ബാക്കിൽ നിന്ന് അറിയാനായിട്ട് പറ്റും. Try to understand how patient perceive the quality of care given. അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. Discuss with the stakeholders and implement quality measures. Stakeholders എന്ന് ഉദ്ദേശിക്കുന്നത് മാനേജേഴ്സ് ആണ്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ഒക്കെയാണ് ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അവരുമായിട്ട് ചേർന്നുകൊണ്ട് ക്വാളിറ്റി മെഷേഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ബോക്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ബോക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കാം. വായിച്ചു നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.